Hello guys, welcome back to a new video. ഇന്ന് നമ്മൾ സാംസങ് M31ന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സാംസങ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ആണ് M31. സോ നമ്മൾ ഇന്ന് ഇതിന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂവും ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കിടക്കുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ബഡ്ജറ്റ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണിത്. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് കറക്റ്റ് ഒരു വാല്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഫോൺ തന്നെ വാങ്ങുക. സോ ഗൈസ്, ഇനി നമുക്ക് അൺബോക്സിംഗിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത് Exynos 9611 ഒക്ടാ-കോർ പ്രോസസ്സറിലാണ്. അതിനോടൊപ്പം തന്നെ 6000 mAh ബാറ്ററിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുമെന്ന്. നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് 6GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമായിട്ടാണ്. നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്ത് 512GB വരെ കൊണ്ടുപോകാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഗൈസ്, വളരെ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് സാംസങ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുമായിട്ട് ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ കുറേ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്സ് ഒക്കെ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിന് എടുത്ത് നോക്കാം. സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കിക്കളയാം. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ഒരു 50 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 50 വാട്ട് കൊണ്ട് ഒരു 1 hour കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. അതിനോടൊപ്പം ഒരു ടൈപ്പ് സി കേബിളും ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ഒരു പാക്കേജിങ്ങിലുള്ള ഒരേ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഒരു കവറൊന്നും സാംസങ് നൽകിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഹെഡ്ഫോൺ ഒന്നും നൽകിയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഇനി നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോവാം. നോക്കൂ ഗൈസ്, എത്ര ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സാംസങ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഏകദേശം S20യുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ടിയർ ഡ്രോപ്പ് നോച്ച് കാണാൻ സാധിക്കും. പുറകിലായിട്ട് ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട്. നമുക്കിവിടെ ലഭിക്കുന്നത് വളരെ മികച്ച ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഗൈസ്. 64 MP ഒരു മെയിൻ സെൻസറാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം 8MP അൾട്രാ വൈഡ്, 5MP മാക്രോ ആൻഡ് 5MP ഡെപ്ത് സെൻസർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ബോട്ടം പോർഷനിലായിട്ട് ഒരു USB Type-C പോർട്ടും ഒരു ഹെഡ്ഫോൺ ജാക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഗൈസ്, ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. 32 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഗൈസ്, സാധാരണ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ വരുന്നതാണെങ്കിൽ സാംസങ്ങിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേറൊരു സ്മാർട്ട് ഫോണും ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. നോക്കൂ ഗൈസ്, എത്ര വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതെന്ന്. 6GB റാം ഒക്ടാ-കോർ പ്രോസസ്സറുമായതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു ഫോൺ എല്ലാ കണ്ടീഷനിലും റൺ ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഇനി നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. മികച്ച ഒരു 5MP മാക്രോ ക്യാമറയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നൊക്കെ. നോക്കുക ഗൈസ്, എത്രത്തോളം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുവെന്ന്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ലൈവ് ഫോക്കസ് മോഡ് വളരെ കൃത്യമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിക്ചറിന്റെ എഡ്ജസിലൊന്നും യാതൊരുവിധ ഡിസ്റ്റോർഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെതായിട്ടുള്ള ഇത്തരത്തിലുള്ള കുറച്ച് എഡിറ്റിംഗ് ടൂളും ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് 64 MP മെയിൻ ക്യാമറ നോക്കാം. നല്ലൊരു ഡൈനാമിക് റേഞ്ചുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണിത്. നോക്കുക, സ്കൈയിലൊന്നും യാതൊരുവിധ ഡിസ്റ്റോർഷനും സംഭവിച്ചിട്ടില്ല. ഓവറായിട്ട് ബ്രൈറ്റോ സാച്ചുറേറ്റഡോ ഒന്നുമല്ല. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇതിന്റെ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസും എടുക്കാൻ സാധിക്കും. നല്ല ഡീറ്റെയിലോട് തന്നെ ഈ ഒരു മോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസിലേക്ക് നോക്കാം. അതിനുവേണ്ടി തന്നെ ഞാനിവിടെ PUBG മൊബൈലാണ് കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗെയിം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മീഡിയം സെറ്റിംഗ്സിലാണ്. നല്ലൊരു ഫ്രെയിം റേറ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. യാതൊരുവിധ സ്ലോ ലാഗ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി നമുക്ക് അൾട്രാ സെറ്റിംഗ്സിലിട്ട് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ HDR മൂവിയും സെലക്ട് ചെയ്യാൻ പോവാണ്.
നോക്കൂ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഗെയിമിങ്ങിന് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ഗ്രാഫിക് സെറ്റിംഗ്സ് ഞാൻ ഇപ്പോൾ HDR ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും യാതൊരുവിധ ലാഗും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാവുന്നില്ല. ഗെയിമിങ്ങിനൊക്കെ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഫോൺ ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ് സാംസങ് M31. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 16,000 രൂപയ്ക്ക് അകത്തുള്ള സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുക. ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 16,500 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈൻ മാർക്കറ്റിൽ മാത്രമേ വാങ്ങാൻ സാധിക്കുള്ളൂ. എന്നാൽ വൈകാതെ തന്നെ ഇത് ഓഫ്ലൈൻ മാർക്കറ്റിലേക്കും അവൈലബിൾ ആക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചാനലിലെ ലോഗോ കാണാൻ സാധിക്കും. അതിൽ ട്രസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ പോയി ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കണ്ടുമുട്ടും വരേക്കും ഗുഡ് ബൈ.